Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ സാധനങ്ങൾ ആരുടേതാണ്? ഈ സാധനങ്ങൾ ആരുടേതാണ്? Whose things are these? Whose things are these? Whose എന്ന് പറഞ്ഞാൽ ആരുടേത് അല്ലെങ്കിൽ ആരുടെ. തിങ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ. ദീസ് പറഞ്ഞാൽ ഇവ. അപ്പോ ഈ സാധനങ്ങൾ ആരുടേതാണ്? ഇവയൊക്കെ ആരുടേതാണ്? ഹൂസ് തിങ്സ് ആർ ദീസ്? ഈ സാധനങ്ങൾ എന്റെയല്ല. ഈ സാധനങ്ങൾ എന്റെയല്ല. ദീസ് തിങ്സ് ആൻഡ് മൈൻ. ദീസ് തിങ്സ് ഈ സാധനങ്ങൾ ആൻഡ് ARENT ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആറെന്റ് എന്ന് പറയരുത്. ആർ നോട്ട് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ആൻഡ്. ദീസ് തിങ്സ് ആൻഡ് മൈൻ. ആറെന്റ് മൈൻ എന്ന് പറയരുത്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ദീസ് തിങ്സ് ആർ നോട്ട് മൈൻ മതി. ആർ നോട്ട് മൈൻ അല്ലെങ്കിൽ ആൻഡ് മൈൻ രണ്ടും സെയിം ആണ്. ചിലപ്പോൾ ഇതെല്ലാം അവന്റെ ആയിരിക്കും. ചിലപ്പോൾ ഇതെല്ലാം അവന്റെ ആയിരിക്കും. മേ ബി these are his. Maybe these are his. Maybe എന്ന് വെച്ചാൽ ചിലപ്പോൾ. These ഇതെല്ലാം are his അവന്റെ. Maybe these are his. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം these പ്ലൂറൽ ആണ്. അതുകൊണ്ടാണ് these are എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ these is എന്ന് പറയരുത്. ഇവിടെ നമുക്ക് his എന്നതിന് പകരം ഹേഴ്സ്, അതായത് അവളുടെ, അല്ലെങ്കിൽ theirs അവരുടെ, അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ മേ ബി ദീസ് ആർ ഹേഴ്സ്, ഇത് അവളുടേതായിരിക്കാം. അല്ലെങ്കിൽ മേ ബി ദീസ് ആർ theirs അവരുടേതായിരിക്കാം. ഇനി നമ്മൾ ദീസ്, അതായത് ഇതൊക്കെ, ഇതെല്ലാം, അതിന് പകരം ദോസ് ഉപയോഗിക്കാം. അവയൊക്കെ, അതെല്ലാം. അപ്പോൾ ദോസ് കുഡ് ബി ഹേഴ്സ്, അവയെല്ലാം അവളുടേതായിരിക്കാം. അല്ലെങ്കിൽ ദോസ് കുഡ് ബി ഹിസ്, അല്ലെങ്കിൽ ദോസ് കുഡ് ബി theirs. അപ്പോ കുഡ് ബി എന്ന് വന്നതുകൊണ്ട് ആയിരിക്കാം എന്നർത്ഥമാണ്. ദോസ് കുഡ് ബി ഹേഴ്സ്, ദോസ് കുഡ് ബി ഹിസ്. അവളുടേതായിരിക്കാം, അല്ലെങ്കിൽ അവന്റേതായിരിക്കാം, അല്ലെങ്കിൽ അവരുടേതായിരിക്കാം. ഒരെണ്ണം പോലും എന്റേതല്ല. ഒരെണ്ണം പോലും എന്റേതല്ല, അല്ലെങ്കിൽ ഒറ്റെണ്ണം പോലും എന്റേതല്ല. നോട്ട് എ സിംഗിൾ വൺ ഈസ് മൈൻ. നോട്ട് എ സിംഗിൾ വൺ ഈസ് മൈൻ. സിംഗിൾ വൺ, ഒരൊറ്റ എണ്ണം പോലും. നോട്ട് എ സിംഗിൾ വൺ ഈസ് മൈൻ, എന്റേതല്ല. ഇത് രണ്ടും എന്റേതാണ്, മറ്റുള്ളവയെക്കുറിച്ച് എനിക്കറിയില്ല. ഇത് രണ്ടും എന്റേതാണ്, മറ്റുള്ളവയെക്കുറിച്ച് എനിക്കറിയില്ല. ദീസ് ടു ആർ മൈൻ. ഐ ഡോണ്ട് നോ അബൌട്ട് ദി അതേഴ്സ്. ദീസ് ടു ആർ മൈൻ. ഇവ രണ്ടും എന്റേതാണ്. മൈൻ എന്റേതാണ്. ഐ ഡോണ്ട് നോ അബൌട്ട് ദി അതേഴ്സ്. അതേഴ്സ് പറഞ്ഞാൽ മറ്റേത്, മറ്റുള്ളവ. ഐ ഡോണ്ട് നോ, എനിക്കതേക്കുറിച്ച് അറിയില്ല. ഐ ഡോണ്ട് നോ അബൌട്ട് ദി അതേഴ്സ്. എന്റേത് എന്നതിനെ നമ്മൾ മൈൻ എന്നേ പറയാവൂ. ചിലപ്പോൾ ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദീസ് ആർ മൈൻസ്. മൈൻസ് എന്ന് പറയരുത്, ദീസ് ആർ മൈൻ, അല്ലെങ്കിൽ ദീസ് ടു ആർ മൈൻ. ഇത് രണ്ടൊഴികെ മറ്റേതെല്ലാം എന്റെയാണ്. ഇത് രണ്ടൊഴികെ മറ്റേതെല്ലാം എന്റെയാണ്. എക്സെപ്റ്റ് ദീസ് ടു ഓൾ ദി അതേഴ്സ് ആർ മൈൻ. എക്സെപ്റ്റ് ദീസ് ടു ഓൾ ദി അതേഴ്സ് ആർ മൈൻ. എക്സെപ്റ്റ് എന്ന് പറയരുത്, അതിന്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ആണ് വരേണ്ടത്. ഓക്കെ, എക്സെപ്റ്റ് ദീസ് ടു, ഇത് രണ്ടും ഒഴികെ, ഓൾ ദി അതേഴ്സ് മറ്റവ എല്ലാം, അല്ലെങ്കിൽ മറ്റേതെല്ലാം, ആർ മൈൻ എന്റെയാണ്. എക്സെപ്റ്റ് ദീസ് ടു ഓൾ ദി അതേഴ്സ് ആർ മൈൻ. നിന്റെ സാധനങ്ങളൊക്കെ പെട്ടിയിൽ വെക്കൂ. നിന്റെ സാധനങ്ങളൊക്കെ പെട്ടിയിൽ വെക്കൂ. പുട്ട് ഓൾ യുവർ തിങ്സ് ഇൻ ദ ബോക്സ്. പുട്ട് ഓൾ യുവർ തിങ്സ് ഇൻ ദ ബോക്സ്. ഓൾ യുവർ തിങ്സ് എന്ന് പറഞ്ഞാൽ നിന്റെ സാധനങ്ങളെല്ലാം. പുട്ട് ഇൻ ദ ബോക്സ് പറയാം, അല്ലെങ്കിൽ പുട്ട് ഇൻ ടു ദ ബോക്സ്, അങ്ങനെയും വേണമെങ്കിൽ പറയാം നമുക്ക്. നിന്റെ സാധനങ്ങൾ ശരിയായി അടുക്കി വച്ചൂടെ. നിന്റെ സാധനങ്ങൾ ശരിയായി അടുക്കി വച്ചൂടെ. ഇതെല്ലാ വീട്ടിലും അമ്മമാര് പറയുന്ന ഒരു ഡയലോഗാണ് അല്ലേ.
നിന്റെ സാധനങ്ങൾ ശരിയായി അടുക്കി വെച്ചുകൂടെ? Can't you arrange your things properly? Can't you arrange your things properly? Arrange എന്ന് പറഞ്ഞാൽ അടുക്കി വെക്കുക. Proper എന്ന് പറഞ്ഞാൽ ശരിക്കും അല്ലെങ്കിൽ ശരിയായ രീതിയിൽ. So can't you arrange your things properly? നിനക്ക് നിന്റെ സാധനങ്ങൾ ശരിയായ രീതിയിൽ അറേഞ്ച് ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ നീ എപ്പോഴാ ഇനി പഠിക്കുക? ഇതൊക്കെ നീ എപ്പോഴാ പഠിക്കുക? When will you learn these things? When will you learn these things? Learn these things. Learn പറഞ്ഞാൽ പഠിക്കുക. These things ഇതൊക്കെ. When will you എപ്പോഴാണ് നീ? When will you learn these things? എപ്പോഴും ഞാൻ ചെയ്യും എന്ന് പ്രതീക്ഷിക്കണ്ട. എപ്പോഴും ഞാൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണ്ട. Don't expect me to do it always. Don't expect me to do it always. To do it always. എപ്പോഴും. Always പറഞ്ഞാൽ എപ്പോഴും. Do it ചെയ്യുക. അപ്പോൾ don't expect. Expect എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക. Don't expect പറഞ്ഞാൽ പ്രതീക്ഷിക്കണ്ട. Don't expect me to do it always. എപ്പോഴും ഞാൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.